കേരളം ഇന്ന് ഹർത്താൽ ദിനത്തോടു കൂടിയാണ് തുടങ്ങിയത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. വിവിധ ഇടങ്ങളിൽ സംഘർഷ സാഹചര്യമാണ് നിന്നിരുന്നത്. ആശുപത്രിയിലേക്ക് കൂട്ടിരിക്കാൻ പോയ കൂട്ടിരിപ്പുകാരനോട് സമരാനുകൂലി ചോദിച്ചത് അവിടെ ഡോക്ടർ ഉണ്ടല്ലോ രോഗിയെ നോക്കാൻ, പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകുന്നത് എന്ന ചോദ്യമായിരുന്നു. പരീക്ഷ എഴുതാൻ വൈകിപ്പോയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ പലയിടങ്ങളിലുമുണ്ട്. അത് ക്യാൻസർ രോഗിയായിട്ടുള്ള വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയില്ല, നിങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് പോകൂ എന്ന് പറയുന്നവരുണ്ട്. കൈക്കുഞ്ഞുമായി രാത്രിക്ക് രാത്രി യാത്ര ചെയ്ത് എത്തിയവരെ പിന്നീട് അവരെ വീട്ടിലേക്ക് പോകാൻ പോലും തടസ്സപ്പെടുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കട തുറന്നതിന്റെ പേരിൽ കട ബലമായി അടച്ച് കട പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിലാണ് സംഘർഷ സാഹചര്യം ഉണ്ടായത്. ഒരൊറ്റ ആവശ്യം, നിതിൻ രാജിന്റെ ആത്മഹത്യ അല്ലെങ്കിൽ നിതിൻ രാജിന്റെ മരണത്തിൽ കാരണക്കാരനായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ സമരം നടത്തി കഴിഞ്ഞാൽ അത് ഫലം കാണുമോ എന്നുള്ളതാണ്. സമര അനുകൂലികൾ സാധാരണക്കാരായ ജനങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വോയിസ് ആണുള്ളത് സമരത്തെ തടസ്സപ്പെടുത്താൻ? നിങ്ങൾ ഞങ്ങളുടെ സമരം പൊളിക്കാൻ വന്നവരല്ലേ, നിങ്ങൾക്ക് റാമിനെ പിടികൂടാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ ഒരു വിഷയം തിരുവനന്തപുരത്തൊക്കെ തന്നെ തമ്പാനൂരും കിഴക്കേക്കോട്ടയും ഒക്കെ തന്നെ വ്യാപകമായുള്ള വാഹന തടയലുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മലയാളി വാർത്തയുടെ റിപ്പോർട്ടറായിട്ടുള്ള മേഘ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അപ്പോൾ മേഘ കണ്ടൊരു കാഴ്ചയാണ്, സമരക്കാർക്ക് വെള്ളം കൊടുക്കാനായി വാഹനത്തിൽ വരുന്നു, വെള്ളം കൊടുക്കുന്നു, പോകുന്നു. വെള്ളം കൊടുക്കുന്നതൊന്നും ഒരു തരത്തിലും ഒരു തെറ്റായ കാര്യമല്ല. പക്ഷേ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ പോയ വ്യക്തിയോട്, ആശുപത്രിയിൽ പോയ രോഗിയോട്, പരീക്ഷ എഴുതാൻ പോയ കുട്ടികളോട്, ഇവരെല്ലാവരോടും ഇവർ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? നിങ്ങളുടെ സഹോദരനാണ് മരിച്ചതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച ഇവർ സമര അനുകൂലികൾക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കുന്നത് തെറ്റല്ലേ? അത് സമരവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ചില സംശയം തോന്നില്ലേ? അപ്പോൾ അത് തെറ്റില്ല, അത് ശരിയാണോ എന്ന മേഘയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ മേഘയോട് കയർക്കുന്ന ചില സമര അനുകൂലികളെയാണ് കാണാൻ സാധിച്ചത്. മലയാളി വാർത്ത അന്നോളം 15 ദിവസമായി നിതിൻ രാജുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എല്ലാ ദിവസവും പരമാവധി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായും നിതിൻ രാജിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അധ്യാപകരുടെ വായിൽ നിന്നും വളരെ മോശമായ പെരുമാറ്റ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അധ്യാപകരുടെ മോശമായ പെരുമാറ്റം കാരണം മരണത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിതിൻ രാജിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെയാണ് നാളിതുവരെ ഞങ്ങളും വാർത്താ മാധ്യമങ്ങൾ വഴി പുറത്തു കൊണ്ടുവന്നത്. നിതിൻ രാജിനെ മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ വാർത്ത എടുക്കാം. സിദ്ധാർത്ഥിന്റെ കാര്യത്തിലും സിദ്ധാർത്ഥിന്റെ അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പം ഒക്കെയാണ് മലയാളി വാർത്ത നിന്നിട്ടുള്ളത്, അന്നും ഇന്നും ഇനി എന്നും എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് നിതിൻ രാജിന്റെ കാര്യം. പക്ഷേ ഈ ഒരു പേരിൽ നിതിൻ രാജ് എന്ന മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ വിദ്യാർത്ഥിയെ ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കാൻ നടത്തുന്ന ഒരു ഹർത്താലായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തോ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്കോ പ്രതിഷേധിക്കാമായിരുന്നല്ലോ എന്നാണ് ചോദ്യം. എന്തായാലും ജനങ്ങളുടെ ഒരു ദിവസത്തെ പൂർണ്ണമായും ബുദ്ധിമുട്ടിച്ചിട്ട് കൊണ്ടുള്ള ഈ ഒരു ഹർത്താൽ ഫലം കാണുമോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. എന്തായാലും മലയാളി വാർത്താ സംഘത്തോട് സമരക്കാർ ചോദിച്ച ചോദ്യങ്ങൾ, സമരക്കാർ നടത്തിയ രീതികൾ, സമരക്കാരുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയാണ് എന്ന് ഒന്ന് കണ്ടു നോക്കൂ. ചേട്ടാ, സമരം അനുകൂലിച്ച ആളാണോ? ഈ വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ ചേട്ടൻ വാഹനത്തിലാണല്ലോ? ചേട്ടൻ ഇപ്പൊ വാഹനത്തിലാണല്ലോ? ഞാൻ ഈ വാഹനത്തിലല്ല, ഇപ്പൊ വാഹനത്തിലല്ലേ? അപ്പൊ അത് നിങ്ങള് യാത്രക്കാരെ തടഞ്ഞു നിർത്തുകയും നിങ്ങൾ വാഹനത്തിൽ വരികയും ചെയ്യുന്നു എന്നുള്ള ഒരു വിമർശനം നിൽക്കുന്നുണ്ട് സമരം തുടങ്ങിയപ്പോ തന്നെ. ആരാ പറഞ്ഞ? ജനങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു സമരാനുകൂലിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ജനങ്ങൾ തന്നെ. നിങ്ങൾ ഞങ്ങളെ വാഹനം ഓടിക്കാൻ സമ്മതിക്കാണ്ട് നിങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നോക്കുമ്പോ ചേട്ടനും ഇപ്പൊ വാഹനത്തിൽ തന്നെ ഇരിക്കുന്നു. അപ്പൊ അതൊരു തെറ്റായിട്ട് തോന്നില്ലേ? തോന്നില്ല. അതെന്താ? മനുഷ്യൻ വെള്ളം കുടിക്കണ്ടേ? വെള്ളം ഇത്രയും ആൾക്കാർ സമരം ചെയ്യാൻ വേണ്ടിട്ടേ അവർക്ക് വേണ്ടിയുള്ള ആഹാരവും കുടിവെള്ളവും ആരാണ് കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കണ്ടേ? അത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ടാണ്. അപ്പൊ ഇത് നേരത്തെ എത്തിച്ചുകൂടായിരുന്നോ? എങ്ങനെ എത്തിക്കാൻ പറ്റും? വെള്ളം എത്തിക്കാൻ പറ്റുമോ? 5 മണിക്ക് ഇന്നലെ എത്തിക്കാൻ പറ്റുമോ? കുറച്ച് നേരത്തെ 5 മണി എന്ന് പറയുമ്പോ 4 മണിക്ക് എത്തിക്കായിരുന്നല്ലോ. എവിടെ എത്തിക്കുന്ന 4 മണിക്ക്? അതെന്താ ഇപ്പൊ സമരം ഇന്ന് പെട്ടെന്ന് പ്രഖ്യാപിച്ചതല്ലോ? നിങ്ങളിപ്പോ ചോദിക്കുന്നത് പോലെ സമരക്കാര് ജനങ്ങളോട് സമരം ഇന്നലെ പ്രഖ്യാപിച്ചതല്ലേ എന്ന് ചോദിക്കുന്നു. സമരക്കാര് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, കുറെ നാളായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വെള്ളം എത്തിക്കുന്നത് അത് തെറ്റാന്നല്ല പറയുന്നത്, പക്ഷെ വെള്ളം എത്തിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നേരത്തെ എത്തിക്കാമായിരുന്നില്ല. വെള്ളം പല പ്രാവശ്യം വെള്ളം കൊടുത്തു, പല ആഹാരം കൊടുത്തു. ഞാക്കര നല്ല ചൂട് വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു, എല്ലാം. ഇന്നിതാ ഊണടുത്ത് വരാൻ പോകുന്നു. ഇത്രയും പോരെ?
അല്ല അത് എത്തിക്കണം, അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ സമരത്തിന്റെ ഇടയിൽ ഒരുപാട് ആളുകളെ വാഹനം തടഞ്ഞു നിർത്തിയിട്ടുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ നിന്ന് കണ്ടു. അപ്പോ ഈ സമരം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ തന്നെ ഈ റൂൾസ് തെറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഒരു ഹർത്താലാകുമ്പോഴേ ഇത് സാധാരണ CPM-ന്റെയും കോൺഗ്രസിനും നടത്താണ്. അന്ന് ഏതെങ്കിലും വണ്ടി വാഹനം ഓടൂ. അപ്പൊ ഈ സാധാരണ എല്ലാ കടകളും അടയ്ക്കാറുണ്ട്. നമ്മൾ വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങൾ വന്ന് അടയ്ക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന ആൾക്ക് വെള്ളം കൊടുക്കുക, ആഹാരം ഞങ്ങളുടെ മാന്യതയാണ്. പിന്നെ റോട്ടേ പോകുന്ന എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ പറ്റില്ല. അവർ റോട്ടിൽ ഇറങ്ങാൻ പാടില്ല. അതാണ് നിയമം. ചോദ്യം ഉത്തരവ് രണ്ടായിട്ടാണ് വരുന്നത്. വെള്ളത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ വാഹനത്തില് പുള്ളി ഇപ്പൊ വന്നു, പുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളി ഇപ്പൊ വന്നത് വാഹനത്തിലാണ്. അതൊരു തെറ്റല്ലേ എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ വാഹനം ആരും ഇറക്കരുത് എന്ന് പറയുമ്പോ നിങ്ങൾ തന്നെ വാഹനം ഇറക്കുമ്പോ അതിന്റെ ഒരു യുക്തി എന്താണെന്നാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് സമരം, നിങ്ങളെ സമരവും നിങ്ങളെ ആവശ്യമൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുന്നില്ലേ എന്നാണ് ചോദ്യം. വെള്ളം വണ്ടി കൊടുക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണോ അല്ലേ? അത്രേ ഉള്ളൂ. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും വെള്ളം വാങ്ങിക്കാൻ എന്തായാലും വണ്ടി വേണം. ആ വണ്ടി ഉപയോഗിച്ചെന്നുള്ളത്. അപ്പൊ തെറ്റും ശരിയൊക്കെ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം എത്തിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും ഇതാണ് ഇവര് പറയുന്നത്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളിൽ you can ask lot and lots of questions, but we cannot answer as such. നമ്മുടെ ബഹുമാനപ്പെട്ട CM പോകുന്ന പോലെ മേഡത്തിന് അറിയാമല്ലോ. അതുപോലെ നിങ്ങൾക്കും എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ല, അത് പറ്റത്തില്ല. Can you answer properly? Can you? You cannot. So being you are so and so, you cannot ask so many questions simply. But you should not expect the answer such a manner or such a spirit or such method also. മലയാളികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പൊ ചേട്ടൻ ചോദിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് മനസ്സിലാക്കായിരിക്കും, പക്ഷെ മലയാളികൾക്ക് മനസ്സിലാവട്ടെ. ഇപ്പോഴത്തെ LKG madam, you see, madam, I am an advocate. കാരണം നിങ്ങൾ എന്നെക്കാളും ഹൈലി എഡ്യൂക്കേറ്റഡ്, അതർവൈസ് യു കനോട്ട് ഡു ദിസ് വർക്ക്. ഇപ്പോൾ UKG സ്റ്റുഡൻസ് വരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. അതിന്റെ മാഡത്തിന് അതിനെക്കുറിച്ചൊരു ബോധേടാവണ്ട. അത്തരത്തിൽ നിങ്ങൾ പിന്നെ ലിസ്റ്റ് ബോധേടാവണ്ട. ബിക്കോസ് നിങ്ങൾക്ക് ചില ഇത്രയും നടന്ന സംഭവങ്ങൾ ആ ഒരു കാര്യത്തിലാണല്ലോ മേഡം പിടിച്ചു കിടക്കുന്നത്. ശരിയല്ലേ? ഞാൻ നല്ല കാര്യം പറയാൻ തന്നെയാണ് വന്നത്. പക്ഷെ കാണുന്നത് നമ്മൾ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഒരു കാര്യത്തെ മാത്രം പൊക്കി ലോക്കൽ ഭാഷയെ പറഞ്ഞു. ഞാൻ ആ ഒരു കാര്യം മാത്രം എന്ന് പറയരുത്. ഞാൻ ആ കൂട്ടത്തിൽ ചോദിച്ചു എന്നുള്ള ആ ഒരു കാര്യം മാത്രമെന്നല്ല, ഞങ്ങൾ നിങ്ങളോട് അനുകൂലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നിതിൻ രാജിന് നീതി കിട്ടണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ madam, you are the social creature and highly educated and civilized too. You should join with this. You should join, and after all you should support Nitin Raj because it is a part of you also too. നാളെ നിങ്ങൾക്ക് വന്നാലും നാളെ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നാലും ഞങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ 100% കാണും. സംശയമൊന്നും വേണ്ട. അല്ല, അത് കാരണം ഈ ചോദ്യവും ഉത്തരവും തമ്മിൽ ഡൈവേർട്ട് ആയി പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. ചില കാര്യങ്ങളിൽ ചോദ്യവും ഉത്തരവും രണ്ട് വഴി കൂടെ തന്നെ പോകും.